ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു പിയർസ് ആൻഡ് വ്ളോഗ്സ്. ഇന്നത്തെ പരിപാടി എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രെയിലർ റിവ്യൂ ആണ്. അപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിലർ റിലീസിങ്ങും വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ലൂസിഫറിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തത് മാർച്ച് 20-നാണ്. അതേപോലെ എമ്പുരാൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തതും മാർച്ച് 20-നാണ്. രണ്ടും പ്ലാൻ ചെയ്തിട്ടുള്ള പൃഥ്വിരാജിൻ്റെ വക പരിപാടികളാണ്. അത് നമുക്കറിയാം, എന്തായാലും കുറേ പരിപാടികൾ ചെയ്യും പൃഥ്വിരാജ്. കാരണം മേക്കിങ്ങിലും കാര്യത്തിലായാലും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹോളിവുഡ് മേക്കിംഗ് എന്ന് തന്നെ പറയാം. ഹോളിവുഡ് മേക്കിംഗ് ഒരു സംശയമില്ല, അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രെയിലറിന്റെ റിവ്യൂവിൽ കിടക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ താഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്, വേറെ ഒന്നല്ല. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ വേറെ ഒന്നല്ല, രാഷ്ട്രീയം തന്നെയാണ് പ്രമേയം. തുടക്കം തന്നെ രാഷ്ട്രീയമാണ് ട്രെയിലർ കാണിക്കുന്നത്. അതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ്. അതായത് ജിതിൻ രാംദാസ് ആണ് ഫസ്റ്റിൽ. ക്ലൈമാക്സിൽ നമുക്കറിയാം ജിതിൻ രാംദാസ് തന്നെയാണ് ഹാൻഡ് ഓവർ ചെയ്യണത്. അവിടുത്തെ മുഖ്യമന്ത്രിയാവുന്നത് ജിതിൻ രാംദാസ് ആണ്. അപ്പോൾ അതിനുശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംതിങ് ഉടലെടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് കഥ തുടങ്ങുന്നത്, ട്രെയിലർ തുടങ്ങുന്നത്. അതുപോലെ ജിതിൻ രാംദാസ് തന്നെ പറയുന്നത് ട്രൈറ്റേഴ്സിനെ പറ്റി, അതായത് പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് മെയിൻ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതും ഇതിൽ എന്തായാലും പറയുന്നുണ്ട്. മൊത്തത്തിൽ പടത്തിലും എനിക്ക് അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം മെയിൻ വില്ലനെ ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല. അതൊരു വളരെ വലിയൊരു സാധ്യത ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും തിരിയും എന്നുള്ളതാണ്. എനിക്കും ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്, ഡീകോഡ് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതായത് ഡ്രഗ് ഡീലേഴ്സ്, ഇന്ത്യൻ ഡ്രഗ് ഡീലേഴ്സായിട്ടാണ് തുടക്കത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിട്ട് കേരളത്തിലുള്ള ഒരു പ്രശ്നം, പോരാത്തന്നെ അധോലോകം ഒരു പ്രശ്നം. അങ്ങനെ രണ്ട് ഇഷ്യൂ ആയിട്ടായിരിക്കും മെയിൻ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കൂടി രണ്ട് വില്ലന്മാർ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അധോലോക വില്ലനായിട്ട് ഒരാൾ, പോരാത്തതിന് നമ്മുടെ ലോക്കൽ ഏരിയയിൽ വില്ലനായിട്ട് ഒരാൾ. ഹിന്ദിക്കാരൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു ഡൗട്ട് പറഞ്ഞിട്ട് സയ്യിദ് മസൂദിന്റെ സ്റ്റോറി ആയിരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടത്. അപ്പോൾ അതും ആയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് BGM. ഒരു മെയിൽ വോയിസ് വന്നിട്ടുണ്ട്, എമ്പുരാൻ എന്നുള്ളത്. ഇത്ര നാൾ ഉഷാദുപ്പിന്റെ ഒരു വോയിസ് ആണ് നമ്മൾ കേട്ടിരുന്നത്. ഇപ്പം അതൊന്നും മാറിയിട്ട് ഒരു മെയിൽ വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസിനെ പറ്റി ഒന്നും പറയാനില്ല, വളരെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ തൊണ്ട പൊട്ടി പാടുക എന്ന് പറയില്ല, എന്നാലും ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം കേൾക്കുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരികയാണ്. അത്രയും വളരെ അത്രയും കിടുവായിട്ടുള്ള ഒരു തന്നെയായിരുന്നു അത് BGM. ദീപക് ദേവ് നല്ലോണം മെനക്കെട്ട് പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കിട്ടാത്ത കുറേ എക്സ്പെക്ടേഷൻസ് ആണ് ഉള്ളത്. ഇതുവരെയുള്ള എക്സ്പെക്ടേഷൻസ് അടിപൊളിയായിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. അതുപോലെ തുടക്കത്തിലത്തെ ആ സോങ്ങിലത്തെ ആ ഒരു പോർഷൻ തന്നെയാണ്, അതായത് എമ്പുരാനെ എന്നുള്ളത് സോങ്ങിന്റെ പോർഷൻ. അത് പോരാത്തതിന് മറ്റേ ഏതായിരുന്നു, ദക്കാറ നച്ച് നച്ച് ആ പാട്ട്, അതിന്റെ കുറേ എടുത്തിട്ടാണ് BGM ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അബ്രാമിനെ ഇൻട്രോ ചെയ്യണത് അടിപൊളിയായിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയലോഗുണ്ട് ലൂസിഫർ, അതായത് ലൂസിഫർ അല്ല, ലാലേട്ടൻ പറഞ്ഞത്, ദേവ്